ഫാമിലി സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ സദ്യയിലെ പ്രധാന ഐറ്റമാണല്ലോ ഇഞ്ചിക്കറി. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ നമ്മൾ പൊളിച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ കത്തിച്ചൊന്ന് ചട്ടി ചൂടാക്കിയെടുക്കാം. ചട്ടിയൊക്കെ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലെ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ വേണ്ട വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഉള്ളി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി വറുത്ത് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതോടെ നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയൊന്ന് പൊടിക്കാം. അപ്പം നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കായം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയോടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.